ഒരു സഹോദരൻ ഒരിക്കൽ എന്നെ വിളിച്ചു. സന്നിപതരെ മോളുടെ കല്യാണം ഉറപ്പിച്ചു, 6 മാസം ഗ്യാപ്പിട്ട്. കാരണം വീട് വിൽക്കാനുണ്ട്, വീട് വിറ്റിട്ട് വേണം കല്യാണം. 6 മാസങ്ങളൊക്കെ കച്ചവടം നടക്കും. ഇപ്പം നാട്ടിൽ കച്ചവടം നടക്കുന്നില്ല കേട്ടോ, സ്ഥല കച്ചവടം. എന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചോളോ എൻ്റെ മോളുടെ കല്യാണം സ്ഥലം വിറ്റിട്ട് വേണം നടത്താൻ, സ്ഥലം വിൽക്കാൻ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ നിർഭാഗ്യവശാൽ സ്ഥലം വിറ്റില്ല. ഇനി 15 ദിവസം കൂടിയുള്ളൂ, ഇത് വിറ്റിട്ട് വേണം. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നു. അയാൾക്ക് സന്തോഷമായി. ചേട്ടൻ കോടീശ്വരനാണ്, ഗംഭീര ശമ്പളമാണ്. ചേട്ടൻ വന്നോട്ടോ, സന്തോഷം, ദൈവം കൊണ്ടുവന്ന നേരത്ത്. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. ചേട്ടാ, മോളുടെ കല്യാണമാണ് ഇന്ന ദിവസം, സ്ഥലം വിറ്റില്ല, അതുകൊണ്ട് ചേട്ടൻ എനിക്കൊരു 3-4 ലക്ഷം രൂപ കടം തരണം, അത് മതി, ബാക്കിയൊക്കെ ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കാം. ഞാനത് തരാം, വസ്തു വിറ്റ് തരാം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ തരില്ല. ഞാൻ വസ്തു വേണമെങ്കിൽ ചേട്ടനെ അറ്റാച്ച് ചെയ്യാം, ചേട്ടൻ കൂടി സൈൻ ചെയ്ത്. അപ്പോൾ ചേട്ടൻ അറിയാലോ, വസ്തു വിൽക്കുമ്പോൾ തരാം പൈസ ഞാൻ, പ്ലീസ്. നിനക്ക് ഓർമ്മയുണ്ടോ, നീ +2 പഠിക്കുമ്പോൾ നീ എന്നെ അടിച്ചത് ഓർമ്മയുണ്ടോ? +2 പഠിക്കുമ്പോഴേ അന്ന് നീ എന്നോട് പറഞ്ഞില്ലേ, നിൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ടടാന്ന്, +2 പഠിക്കുമ്പോൾ. അത് ഓർത്ത് വെച്ചിരിക്കുക. 10 പൈസ തരില്ലടാ, ചത്താ തരില്ല, കല്യാണം മുടങ്ങൂടാ, സോറിടാ, നോ, കൊടുത്തില്ല. കല്യാണം നീട്ടാൻ പറഞ്ഞു, അവർക്ക് പറ്റിയില്ല, ആ കല്യാണം മുടങ്ങിപ്പോയിട്ടോ. ചേട്ടൻ 2 മാസത്തെ ലീവിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, കല്യാണം മുടങ്ങി. പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ ഇതുപോലെ വന്നിരിക്കുക. വികാരിച്ചൻ പറഞ്ഞു, നമ്മുടെ പള്ളിയുടെ കോമ്പൗണ്ട് വാളൊക്കെ പൊളിഞ്ഞു കിടക്കുക, പശുക്കളും ആടുകളൊക്കെ വരികയാണ്, കൃഷിയൊക്കെ തിന്നാണ്. അഭ്യുദയകാംക്ഷികളായ നിങ്ങൾ 5 ലക്ഷം രൂപ വേണം പള്ളിക്ക് മതിൽ കെട്ടാൻ. നിങ്ങൾ ആരെങ്കിലും ഓരോരുത്തരായിട്ട് എടുക്കുക, ആരെങ്കിലും ഒരാളായിട്ട് എടുക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യണം, സഹായിക്കണം. അമേരിക്കക്കാരൻ എഴുന്നേറ്റ് നിന്നു. അച്ഛാ, ആരും മുമ്പിൽ കൈ നീട്ടണ്ട, എത്ര വേണം? 5-6 ലക്ഷം ഞാൻ തരാമെന്ന് പറഞ്ഞു. വികാരിച്ചൻ ഒടുക്കത്തൊരു അനുഗ്രഹം കൊടുത്തു അയാൾക്ക്. പുണ്യാളൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ അഭിഷേകം നിന്നിലും നിൻ്റെ കുടുംബത്തിനും പാരമ്പര്യമായിട്ടും നിറയുമെന്ന് പറഞ്ഞു. ജനം മുഴുവൻ കൈയടിച്ചു. എല്ലാവരും സന്തോഷിച്ചു, എല്ലാവരും നോക്കി അമേരിക്കക്കാരനെ. പക്ഷേ ഒരാൾ ബാക്കിൽ ചുമര് ചാരിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആരാണ്? അനുജൻ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ നല്ലവരാട്ടോ, എനിക്ക് ഉപദേശിക്കേണ്ട കാര്യമില്ല. ദശാംശമെങ്കിലും അനുജൻ പട്ടിണിയാണോ, ഭാര്യയുടെ ആങ്ങള പട്ടിണിയാണോ, അമ്മായിയമ്മ പട്ടിണിയാണോ, ആ കുടുംബം, നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും പട്ടിണിയാണോ, നീ ദശാംശം അവിടെ കൊടുക്ക്, അവിടെ കൊടുക്കുന്നേ. അപ്പ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നറിയും നിനക്ക്. ഞാൻ പറയാറുണ്ട് ചിലരോട്, കൊടുക്കുന്നീ അവിടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പട്ടിണി പാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുജനാവാം. അവൻ്റെ കുടുംബം ഉദ്ധരിക്കാണ്ട് നീ പള്ളിപ്പണിക്ക് വേണ്ടി ലക്ഷങ്ങൾ കൊടുത്തിട്ട് അനുഗ്രഹം കിട്ടുമോ? എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. അത് तुम्हारा सामने जो दिखते हुए तुम्हारा भाई को तुम प्यार नहीं करते, तो जो सामने नहीं दिखते उस प्रभु को तुम कैसा प्रेम करेगा? तुम झूठ बोलते, तुम झूठा है. നമ്മൾ झूठे ആവണ്ട. 1 യോഹന്നാൻ 4:20 എടുത്ത് വായിച്ച് ഒന്ന് ദൈസിപ്പങ്ങളെ വായിച്ചു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദോഷിക്കുകയും ചെയ്താൽ, സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. അവൻ കള്ളം പറയാ, झूठ है. ഹിന്ദി ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നത്. कोई ये बोलता है मैं प्रभु को बहुत प्यार करते हैं और अपने भाई के साथ बैर रखते, तो वह झूठा है.
നുണയനവൻ, കള്ളം പറയുന്നവനാ. കേട്ടോ? കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. तुम्हारा सामने जो दिखता है, तुम्हारा सामने जीता है, उस भैया को, भाई को, बहन को, तुम्हारे पड़ोसी को तुम प्यार नहीं कर सकते, तो जो प्रभु को हम देख नहीं सकते वैसा तुम बोल सकते हैं उस प्रभु को तुम प्रेम करते हैं. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുക? ഉള്ളിലൊരാളോട് വൈരാഗ്യം, ദേഷ്യം പിടിച്ച് നടന്നിട്ട് ദൈവമേ സ്തോത്രം, നന്ദി, ഈ വചനപ്രസംഗം കൊണ്ട് എന്ത് കാര്യമുണ്ട്, എന്ത് നേടി? പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മകളെ. കാണപ്പെടുന്ന സഹോദരൻ ആരാ? സഹോദരൻ നമ്മുടെ സ്വന്തം ആങ്ങള പെങ്ങൾ മാത്രമാണോ? അല്ലെന്നേ. ആരോടും വെറുപ്പ് വേണ്ട. എഴുതിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കുമ്പസാരിക്കാൻ ഒരുങ്ങാട്ട മക്കളെ. പാപമൊക്കെ നമുക്കറിയാം. വ്യഭിചാരം പാപമെന്ന് ആർക്കറിയാത്ത, മാസ്റ്റർബേഷൻ പാപമെന്ന് ആർക്കറിയാത്ത, പോൺസൈറ്റ് പാപമെന്ന് ആർക്കറിയാത്ത ഒക്കെ അറിയാം. പാപത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാ നമുക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട്. ക്ഷീവ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ആരോടും വിഷമം വേണ്ട. കൈകൊപ്പം ക്ഷമിക്കാം മക്കളെ. മാപ്പ് കൊടുക്കാം. 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുത്തവൻ, അവന് രാജാവ് 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുത്ത് അവൻ പുറത്തേക്ക് സന്തോഷത്തോടെ ഇറങ്ങിയപ്പോൾ അവന് 100 ധനാറ കൊടുക്കാനുള്ള ഒരു സഹസേവകനെ കണ്ടുമുട്ടിയപ്പോൾ കൊത്തിന് പിടിച്ച് ആവശ്യപ്പെട്ടു പൈസ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ നിന്റെ സഹോദരൻ്റെ ക്ഷമിക്കുന്നില്ല പാപം, എങ്കിൽ നിന്റെ പാപം എങ്ങനെയാ ക്ഷമിക്കുക? മാപ്പ് ചോദിക്കാം. കണ്ണടച്ചോ. കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങാട്ടോ മക്കളെ. തുറന്ന് കുമ്പസാരിക്കാട്ടോ. നിങ്ങൾ വിശുദ്ധരാകും, സ്വർഗത്തിൽ പോട്ടോ പൊന്നുമക്കളെ. വൈദികൻ അധികാരം കൊടുത്തിട്ടുണ്ട് ദൈവം. വൈദികൻ അധികാരം കൊടുത്തിട്ടുണ്ട് കർത്താവ്. വൈദികന്റെ വിശുദ്ധിയേക്കാൾ ഉപരി അധികാരം കണക്കിലെടുത്ത് നമ്മൾ കുമ്പസാരിക്കട്ടെ ഇന്ന്. ഞാൻ നീ മണ്ണിൽ കുഴിച്ചിട്ടൂല്ലേ? ഒളിച്ചു വെച്ചൂല? മണ്ണിൽ കുഴിച്ചിട്ടു മണ്ണിൽ കുഴിച്ചിട്ടൂല നിന്റെ കൃപകള്. മണ്ണിൽ കുഴിച്ചിട്ടു സൃഷ്ടികളെക്കാൾ സൃഷ്ടാവിനെ നീ സ്നേഹിക്കേണ്ട. എന്നെ സ്നേഹിക്കാൻ മറന്നുപോയ മോനെ. എന്നെ സ്നേഹിക്കുവാനേ കൊക്കില് ജീവനുള്ളിടത്തോളം പരിശുദ്ധ ബലി മുടക്കരുത് കേട്ടോ. എല്ലാ ദിവസം പറ്റുമെങ്കിൽ വന്നോളോ. നീ സ്വീകരിച്ച കൂദാശകളെ സ്വർഗത്തിൽ നിനക്കായിട്ട് ദൈവം ജീവന്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുമത്. ഗുരുവെന്നു വിളിപ്പോ നിങ്ങൾ പരമാർത്ഥതയുണ്ടതിലെങ്കിൽ, നീ എന്നെ ഗുരു എന്ന് വിളിക്കുന്നതിൽ പരമാർത്ഥത ഉണ്ടോ? ഗുരു നൽകിയ പാഠം നിങ്ങൾ സാദരമോ തിരുവിൻ. സ്കിന്നിന്റെ അലർജി ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, സൗഖ്യം നടക്കും. തിരുവിൻ. 2 കരം ഉയർത്തിപ്പിടിച്ച്, ദൈവമേ എൻ്റെ അപരാധം പൊറുക്കണം കേട്ടോ കർത്താവേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്തുമാത്രം തെറ്റിലാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ചില അശുദ്ധ ബന്ധങ്ങളെ ഞാൻ പാലിച്ചു കൊണ്ടുപോകുന്ന നിനക്കും അറിയാം, എനിക്കും അറിയാതെ. ഉപേക്ഷിക്കാൻ കൃപ തരണേ. വിശുദ്ധ ജീവിതം നയിക്കട്ടെ. തിരുകുടുംബങ്ങളായിട്ട് മാറട്ടെ ഈ കുടുംബങ്ങൾ. നിന്റെ മക്കൾ നിന്നെ ആദരിക്കുന്നുണ്ട്. ഈ തിരക്കുള്ള ജീവിതത്തിലും ഈ ആഡംബര ജീവിതത്തിലും ഇവരിതാ നിന്റെ അടുക്കൽ വന്നിരിക്കട്ടെ കർത്താവ്. നീ ഇവരെ കൈവടിയല്ലേ എന്ന് പ്രാർത്ഥിക്കുക. കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. സങ്കടത്തോടെ പ്രാർത്ഥിക്കും പൊന്നു മക്കളെ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച കൈ വേദനിക്കട്ടെ. അപരാധങ്ങൾ
ഒരു തുള്ളി കണ്ണീരൊഴുകട്ടെ. നീക്കണമേ. നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടും, ഭാര്യ മാനസാന്തരപ്പെടും. നന്ദി കർത്താവേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കുമ്പസാരം തുടങ്ങിയിട്ടോ 2-3 പേര് പോയിട്ടുണ്ട്. ഇരിക്കാം. അച്ഛൻ എന്തോ അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ഛൻ്റെ അടുത്ത് പോവാട്ടോ. നിങ്ങളിത് ചിന്തിക്കേണ്ട ഏതെങ്കിലും വൈദികൻ ഇനി നാണാവില്ല. നമ്മൾ ഒന്നുമില്ല, അത്ര വലിയ പാപികളൊന്നുമല്ല. നിങ്ങൾ എന്നെക്കാളൊക്കെ വിശുദ്ധ. ഇഷ്ടമുള്ള അച്ഛന്മാരുടെ അടുത്ത് പോവാട്ടോ. നിർബന്ധമൊന്നുമില്ല. നല്ല പരിചയം ഉണ്ടെങ്കിൽ പോകണമെന്നില്ല. അടുത്ത അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. ഇന്നാളൊരു പള്ളിയിൽ ഇതുപോലെ 5 അച്ഛന്മാരെ വെച്ചു. അതിലൊരച്ഛൻ വിയാനി ഹോം പോലെ പെൻഷനായിട്ടിരിക്കുക. അതിന് കേൾവിക്കുറവാണ്. അതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്തു, ആ അച്ഛനത്തിരി കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് ഇത്തിരി ഉറക്കം നിങ്ങൾ പറഞ്ഞോളോ. കുമ്പസാരിക്കാൻ നിൽക്കുന്ന മറ്റുള്ളവർ പിന്നിലേക്ക് നിന്നോളോ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ 4 അച്ഛന്മാരും കാലിയായിട്ടിരിക്കുക. ചെവിയേക്കാത്ത അച്ഛൻ്റെ അടുത്ത് ഒടുക്കത്തല്ല. അച്ഛൻ കേൾക്കത്തില്ല. അങ്ങോട്ട് പഠിച്ച് പോന്നാൽ മതിയില്ല. ലാസ്റ്റ് ആശീർവാദം കിട്ടിയാൽ മതിയല്ലോ. ഹല്ലേലൂയ. പരിചയക്കാരടുത്ത് പോകേണ്ടത് വേണ്ട, സാരില്ല.